ജനിക്കുന്നതിന് മുമ്പ് പിതാവിനെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ ദുഃഖമറിയണം. കഷ്ടപ്പാടുകൾ സഹിച്ച് വളരണം മുഹമ്മദേ. ക്ലേശങ്ങളുടെ പാതയിലൂടെ ചരിക്കണം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ദുഃഖങ്ങൾക്ക് ആശ്രയമായി വന്ന നബിയേ, സങ്കടങ്ങൾ കരുതി വരുത്താൻ വന്ന ലോകനായക, മനുഷ്യന്റെ ദുഃഖങ്ങൾക്ക് ഒരത്താണിയാകാൻ വന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഗുരുഭൂതനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ജനിച്ച ഉടനെ തന്നെ ശിശുപരിപാലനത്തിന് വേണ്ടി, പാലൂട്ടാൻ വേണ്ടി ഉമ്മയുടെ അടുക്കൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബന്ധുക്കൾ ഏൽപ്പിച്ചു. അറബികൾക്കിടയിൽ അതൊരു ആചാരമായിരുന്നു. കുട്ടികളെ നല്ലൊരു സ്ഥലത്തേക്ക്, ഗ്രാമത്തിലേക്ക് പറഞ്ഞേക്കുക. മക്ക പട്ടണമാണ്, ഉൾപ്രദേശത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞേക്കുക. അവിടെയുള്ള നല്ല അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾ വളരുക. ഈ ഹലീമയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശിശുപരിപാലനത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നതിന് വലിയ പ്രത്യേകതകളുണ്ട്. വെറും പാലൂട്ടുന്ന പെണ്ണുങ്ങളല്ല, ഭാഷ പഠിപ്പിക്കുന്ന ഒന്നാം തരം ആളുകളാണ്. അവരെ കയ്യിൽ നിന്ന് വേണം കുട്ടി ഭാഷ പഠിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത്, ഞാൻ നിങ്ങൾക്കിടയിൽ ഏറ്റവും അധികം അറബിയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, കാരണം ഞാൻ ബനൂ സഅദ് ഗോത്രത്തിലാണ് വളർന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹലീമയുടെ ഗോത്രമാണ്. ഹലീമയുടെ ഗോത്രം ഭാഷ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഗോത്രമാണ്. ഏറ്റവും നല്ല അറബി ഭാഷ, ഏറ്റവും നല്ല അറബി ഉച്ചാരണം, സംസാരം, ഇതൊക്കെയാണ് ഹലീമയിൽ നിന്ന് പുണ്യ റസൂലിന് കിട്ടിയത്. അങ്ങനെ ഹലീമ വന്നു, കുട്ടികൾ അന്വേഷിച്ചു. അപ്പൊ ഈ വീട്ടിലും വന്നു. ഹലീമയുടെ കൂടെയുള്ളവരോ ഹലീമയോ ഈ കുട്ടി എടുക്കാൻ തയ്യാറായില്ല. കാരണം കുട്ടി യതീമാണ്. ഈ യതീം കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? ഈ കുട്ടിയെ കൊണ്ടുപോണത് പിന്നെ ആ കുട്ടിയുടെ പിതാവിന്റെ കയ്യിൽ നിന്നുള്ള ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടാണ്. ഒരു കുട്ടിയെ പാലൂട്ടാൻ കൊണ്ടുപോയാൽ, പാലൂട്ടി ആ കുട്ടിക്ക് ഭാഷ പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോ കുട്ടിയുടെ പിതാവ് എത്രയാണ് കൊടുക്കുക, സമ്മാനങ്ങൾ, വിഭവങ്ങൾ എന്നുള്ള കയ്യും കണക്കൂല. പിതാവില്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹിന്റെ ബാല്യം എത്ര അവഗണിക്കപ്പെട്ട ഒരു ശിശുവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തുടങ്ങി നമ്മൾ മനസ്സിലായിട്ടുണ്ടോ? തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ എടുക്കാതെ ഹലീമ മടങ്ങി പോകുമ്പോ ആർക്ക് വേണം ഈ യതീമിനെ എന്ന് ഹലീമയോടൊപ്പം വന്ന പെണ്ണുങ്ങൾ ചോദിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയേറെ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ മടങ്ങിപ്പോയി. കുട്ടിയാരും കൊണ്ടുപോകണ്ടായില്ല. ആ സമയത്ത് മടങ്ങിപ്പോകുമ്പോ ഹലീമക്ക് തോന്നി, എങ്ങനെ ഇപ്പൊ വെറും കൈയോടെ സ്വന്തം നാട്ടിലേക്ക് പോവാ? കുട്ടികളൊന്നും കിട്ടിയില്ല. നമ്മളെ സ്നേഹിതകളുടെ അടുക്ക പോയിട്ട് എന്താ പറയാ? അപ്പൊ ഹലീമ ഭർത്താവായ ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സയോട് പറഞ്ഞു, യതീമെങ്കിൽ യതീം, ആ കുട്ടിയെ പോയിട്ട് എടുത്താലോ? അപ്പൊ ഹാരിസ് പറഞ്ഞു, ഹലീമ, ഇനി ആ കുട്ടിയെ സ്വീകരിക്കുമെങ്കിൽ വിരോധമില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷേ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചേക്കാം. അങ്ങനെ ഹലീമ തിരിച്ചു പോവുകയാണ് ആമിനയുടെ അടുക്കലേക്ക്. പരിശുദ്ധ റസൂൽ ഹലീമ തിരിച്ചു ചെന്നിട്ട് കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. 8ാമത്തെ ദിവസം പ്രസവിച്ചിട്ട് കുഞ്ഞ് ഈ ഭൂമുഖത്തേക്ക് വന്ന് 8ാമത്തെ ദിവസം, അതിനിടയിൽ സുവൈബയുടെ പാലൂട്ടൽ കഴിഞ്ഞിട്ട് പരിശുദ്ധ റസൂലിനെ കൊണ്ടുപോവുകയാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. അത്ഭുതകരമാണ്. ഹലീമ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ യതീമിനെ കൊണ്ടുപോകാൻ തയ്യാറാകാതിരുന്ന ഹലീമ, യതീമെങ്കിൽ യതീം, ഏതെങ്കിലും ഒരു കുഞ്ഞിനെയും കൂട്ടാതെ തിരിച്ചു ചെല്ലുമ്പോ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ തന്നെ കളിയാക്കില്ലയോ എന്ന് ഭയപ്പെട്ട് യതീമെങ്കിൽ യതീമെന്ന് തീരുമാനിച്ചു പുറപ്പെട്ട ഹലീമ കുഞ്ഞിനെയും കൊണ്ടിട്ട് കടന്നു പോകുന്ന നേരത്തതാ ഹലീമയുടെ കണ്ണുകളെ ഹലീമക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉണങ്ങിയിരുന്ന ഈന്തമരത്തിൽ അതാ ഏറ്റവും നല്ല ഈത്തപ്പഴം കായ്ച്ചു നിൽക്കുകയാണ്. കറവ് പറ്റിയ തന്റെ ആട്ടിൻ പറ്റത്തിന്റെ അവിടുകളിൽ അതാ പാല് വന്നിറങ്ങി നിൽക്കുകയാണ്. മർഹബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ. പ്രപഞ്ചം മുഴുവൻ ഈ കൊച്ചുകുട്ടിക്ക് സ്വാഗതമോതുകയാണ്. സകല പക്ഷി മൃഗാദികളും സകല വൃക്ഷലതാദികളും പരിശുദ്ധ റസൂലിനെ സ്വാഗതം ചെയ്യുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമിനയുടെ മടിത്തട്ടിൽ ഈ കുഞ്ഞ് വന്ന് വീണപ്പോ ഹലീമയുടെ
മാറത്തോട് ഈ കുഞ്ഞ് ചേർന്നപ്പോ ആകാശവും ഭൂമിയും വിളംബരം ചെയ്യാൻ തുടങ്ങി. അഹ്ലൻ വസഹ്ലൻ മർഹബാ. ഹവ്വാ ഉമ്മീ നബിയുടെ പ്രകീർത്തനം ചൊല്ലിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ. മറിയം ഉമ്മീ നബിയുടെ പ്രകീർത്തനം ചൊല്ലിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഫറവോന്റെ കൊട്ടാരത്തിൽ വിശ്വാസിനിയായി വാണ ആസിയയും ഈ പരിശുദ്ധ നബിയുടെ പ്രകീർത്തനം ചൊല്ലിയിട്ടുണ്ട്. സുഗന്ധത്തെ വഹിച്ചുകൊണ്ട് ഹലീമ യാത്ര ചെയ്തു വന്നപ്പോ ലോക സുഗന്ധത്തെ വിശ്വസൗരഭ്യത്തെ കയ്യിലേന്തിക്കൊണ്ട് ഹലീമ വന്നപ്പോ സാരാ കബീല ഗുഞ്ചുഠാ അഹ്ലൻ വസഹ്ലൻ മർഹബാ. കബീല